We are not stuck at home, we are safe at home. When we change our thinking, everything changes. The world is closed for renovation, grand reopening soon, inshallah. Good morning and Assalamu alaikum. This is me, your Max teacher, Sibi Jalal. Welcome to our Max class. In timetable, you saw Max 1 and Max 2 like that, but actually there is only one Max. I and Priya ma'am share some chapters, okay? So mark it as Max 2, which is the chapters I am going to take. Okay students, today we are going to start our third chapter, Mathematics of Chance, that is probability. മലയാളത്തിൽ പറഞ്ഞ സാധ്യതകളുടെ ഗണിതം. ഓക്കെ, വാട്ട് ഈസ് പ്രോബബിലിറ്റി? Probability is a fun, and there are a lot of different ways that we use probability every day. You might not have even realized. Let us consider some examples, then you can get the point or topic what is probability. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യക്തമാവും എന്താണ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് മാത്സിൽ പ്രോബബിലിറ്റിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. ഓക്കെ, നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് കൺസിഡർ ചെയ്യാം, ഇന്ത്യ വേഴ്സ് പാകിസ്ഥാൻ, അങ്ങനെ തന്നെ വിചാരിക്കുക അല്ലേ. അപ്പോൾ ചോദിക്കുകയാണ്, ഇന്ത്യ ജയിക്കുമോ? അപ്പോൾ ചിലർ പറയും യെസ് ഷുവർ, ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കും, മാച്ച് കണ്ടാൽ അറിയില്ലേ, റൺ ലീഡിങ് കണ്ടാൽ അറിയില്ലേ എന്ന് പറയും അല്ലേ. അങ്ങനെ ജയിക്കുക, ഉറപ്പായിട്ട് ഷുവറായിട്ട് സെർട്ടേൺലി ജയിക്കും എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ, മാത്സിൽ അത് 1 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, നോട്ട് ദാറ്റ് പോയിൻറ്റ്സ് വിച്ച് ഐ ആം സേയിങ്. ഓക്കെ, അപ്പോൾ ഷുവറായിട്ടുള്ള കാര്യങ്ങളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ, ഇനി ചിലർ പറയും തോൽക്കും, ഉറപ്പായിട്ടും തോൽക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉറപ്പായിട്ടും തോൽക്കും എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 0% ആണ്. ഓക്കെ, അതിനെ നമ്മൾ മാത്സിൽ 0 ആയിട്ട് ഡിനോട്ട് ചെയ്യും. സോ യൂഷ്വലി ദ പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് ഈ പ്രോബബിലിറ്റി എന്നുള്ളത്. ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ 1 ആയിട്ടും ഒരിക്കലും സംഭവിക്കാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ഈവൻസിനെ 0 ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നോക്കിയാൽ ചില കാര്യങ്ങൾ ഷുവറായിട്ട് സംഭവിക്കും, ചില കാര്യങ്ങൾ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ഒക്കെ സാധ്യത. അതായത് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കാലാവസ്ഥ നിരീക്ഷകർ സാധാരണ എന്താ പറയുക, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയണത് എന്താണ്? ഉറപ്പുണ്ടോ? ഇല്ല. എന്നാൽ ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് ഉണ്ടേനും. അപ്പോൾ നമ്മൾ 50% അല്ലെങ്കിൽ 30% അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാണ് പ്രോബബിലിറ്റീനെ കുറിച്ച്. ഇനി മാത്സിൽ പ്രോബബിലിറ്റി ഇൻ മാത്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അതും ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. വി നോ ദാറ്റ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, റൈറ്റ്? സൂര്യൻ ഉദിക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സൺ റൈസസ് ഇൻ ദ വെസ്റ്റ്? സണ്ണ് വെസ്റ്റിൽ ഉദിക്കാനുള്ള സാധ്യത എത്രയാണ്? 0% അല്ലേ? ഓഫ് കോഴ്സ് 0%. സോ വി ഡിനോട്ട് ഇറ്റ് ആസ് 0. സോ വി റഫ്ലി സ്പീക്കിംഗ് 0 ഇൻഡിക്കേറ്റ്സ് ഇമ്പോസിബിലിറ്റി. ഓക്കെ, ഇമ്പോസിബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുക? 0. ആൻഡ് 1 ഇൻഡിക്കേറ്റ്സ് സെർട്ടേൺലി, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം സൂര്യൻ എവിടെ അസ്തമിക്കുക? പടിഞ്ഞാറ് അസ്തമിക്കും അല്ലേ? അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ഷുവറായിട്ടും അത് സംഭവിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 1. ഓക്കെ, ഇത് നോക്കൂ, സെർട്ടൈൻ അതായത് ഷുവറായിട്ടും പ്രോബബിലിറ്റി ഓഫ് 1, ഹയസ്റ്റ് പോസിബിൾ ലൈക്ലി അതായത് നമ്മൾ പറയൂലേ ഏകദേശം ഓൾമോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോബബിലിറ്റി ബിറ്റ്വീൻ 1/2 and 1, പകുതിൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. ഈവൻ ചാൻസ്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടൈൽ അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വീഴും. അപ്പോൾ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? ആകെ 2 സാധ്യതയാണുള്ളത്, ഒന്ന് ഹെഡും ഒന്ന് ടൈലും. അതിൽ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രയാണ്? 1. സോ അപ്പോൾ അതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് 1/2.
ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് 0 ദ ലോവസ്റ്റ് പോസിബിൾ ലൈക്ക്ഹുഡ്. ഇനി പ്രോബബിലിറ്റിയുടെ ഫോർമുല നമ്മളൊരു റേഷ്യോ ആയിട്ടാണ് പ്രോബബിലിറ്റിനെ മാത്സിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സോ വാട്ട് ഇസ് എ ഫോർമുല ഓഫ് എ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് ഒക്കറിങ്. ഒരു ഈവൻറ്റ് അത് നമ്മൾ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് an event occurring is equal to number of ways it can occur by total number of outcomes. നമുക്ക് വേറെ രീതിയിലും പറയാം, number of favorable outcome by number of total outcome. Okay, let's consider an example. A die is thrown once. ഡൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നമ്മളിപ്പോൾ ലൂഡോ ഒക്കെ നന്നായി കളിക്കുന്നുണ്ട് അല്ലേ? ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മൊബൈലിൽ ഗെയിമൊക്കെ തകർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മളൊരു ഡൈസിന് എത്ര ഫേസാണ് ഉള്ളത്? 6 ഫേസസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 1 2 3 4 5 6 അല്ലേ? 6 ഫേസസ് ആണ് ഉള്ളത്, ശരിയല്ലേ? സോ ഒരു ഡൈസ് എറിയുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് വേറെ ഒരെണ്ണം, അതിൽ നാച്ചുറൽ നമ്പർ കിട്ടാനുള്ള സാധ്യത, അതായത് 1 എന്ന് പറയുന്നതും ഒരു നാച്ചുറൽ നമ്പറാണ്, 2 എന്ന് പറയുന്നതും 3 4 5 6 അല്ലേ? അപ്പോൾ ഒരു ഡൈസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആണ് വീണത്, അപ്പോൾ നാച്ചുറൽ നമ്പർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 100% അല്ലേ? ദാറ്റ് ഈസ് 1. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എ ഡൈസ് ഈസ് ത്രോൺ വൺസ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യതയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഔട്ട്കംസ് എങ്ങനെ എടുക്കുക? സാധാരണ ഒരു ഡൈസ് ഇട്ടാൽ ഏതൊക്കെ രീതിയിൽ വീഴാം, അതായത് 1 വീഴാം അല്ലേ, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം, അങ്ങനെ എത്ര ഇതിൽ വീഴാം? 1 2 3 4 5 6. സോ ടോട്ടൽ ഔട്ട്കം ദാറ്റ് ക്യാൻ ഒക്കർ ആർ ഇതൊക്കെയാണ് ടോട്ടൽ ഔട്ട്കംസ്. അപ്പം നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം ഈസ് 6 അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്ക് വേണ്ട പ്രോബബിലിറ്റി എന്താണ്? ആ വീഴുന്നതിൽ പ്രൈം നമ്പർ ആവാൻ സാധ്യത എത്രയാണെന്ന്. അപ്പോൾ ഈ ടോട്ടൽ ഔട്ട്കംസിൽ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് നോക്കാം. എത്ര പ്രൈം നമ്പർ ഉണ്ട്? 1 പ്രൈം നമ്പർ ആണോ? അല്ല. 2 പ്രൈം നമ്പർ ആണോ? അതെ. 3 പ്രൈം നമ്പർ ആണോ? അതെ. 4 ആണോ? അല്ല. 5 ആണോ? അതെ. 6 പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ എത്ര പ്രൈം നമ്പർ ഉണ്ട് അതിനകത്ത്? 3. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഈസ് 3/6 ആണ്. ഓക്കെ, ഇനി ഇത് ക്ലിയർ ആയില്ല, ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം. ഡൈസ് ഈസ് ത്രോ വൺസ്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമ്പർ 3. 3 എന്ന് പറഞ്ഞ ഒരു നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ ഔട്ട്കം ഇത് തന്നെയാണ് അല്ലേ? 1 2 3 4 5 6 ഇത്രയാണ് ടോട്ടൽ ഔട്ട്കംസ്. സോ അതിനകത്ത് 3 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഒരേ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 3 ഉണ്ട്? 1. അത് ന്യൂമറേറ്ററിൽ വരും. ടോട്ടൽ ഔട്ട്കം എത്ര ഉണ്ട്? ദാറ്റ് ഇസ് 6. സോ 1/6 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3. ഓക്കെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 വെൻ വി ത്രൂ എ ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബബിലിറ്റി വരിക? എത്ര? ടോട്ടൽ ഔട്ട്കം ഇത് തന്നെയാണ്. 1 2 3 4 5 6 ആണ്. ദാറ്റ് ഇസ് 6 ആണ് ടോട്ടൽ ഔട്ട്കംസ് അല്ലേ? അതിൽ എത്ര 5 വരുന്നുണ്ട്? ഒരേ ഒരു പ്രാവശ്യം 5 വരുന്നുള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 എന്താണ്? ഗെറ്റിംഗ് 5 ദാറ്റ് ഈസ് എത്ര 5 ഉണ്ട്? ഒരേ ഒരു 5. ടോട്ടൽ ഔട്ട്കംസ് 6. ഓക്കെ, അപ്പോൾ കുറച്ച് പിടികിട്ടിയല്ലോ അല്ലേ? ഇനി നമ്മൾ കൂടുതൽ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിലോട്ട് തന്നെ കിടക്കാം. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ല, നിങ്ങൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ മാം ആ പേജിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഓക്കെ, in page number 71 there are some problems. Okay, let us consider the first problem. A box contain 6 black and 4 white balls. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട് അല്ലേ? If a ball is taken from it, what is the probability of its being black?
അപ്പോൾ അതിൽ നിന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ആ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിക്കണം. ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് വൈറ്റ്. വൈറ്റ് ആവാനുള്ള സാധ്യത എത്രയാണെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പം നമുക്ക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അപ്പം നമ്മളൊരു പ്രോബ്ലം, ഈ പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഔട്ട്കംസ് കണ്ടുപിടിക്കുക. ഡിനോമിനേറ്റർ ആദ്യം അവിടെ കണ്ടുപിടിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ 6 ബ്ലാക്കും 4 വൈറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. സോ ടോട്ടൽ എത്രയാണ്? 10 ബോൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? 10 ബോൾസ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 10 ബോൾസ്. നമ്മളത് കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആവാനുള്ള സാധ്യത. അപ്പോൾ ഈ ബോക്സിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? യെസ്, ദർ ആർ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് അല്ലേ. അപ്പോൾ എത്ര ബ്ലാക്ക് ഉണ്ട്? 6 ഉണ്ട്. ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 10. സോ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക് എന്ന് പറയുന്നത് 6/10 ആണ്. ദാറ്റ് ഈസ് 6/10. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ന്യൂമറേറ്ററിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് മാത്രം. എത്ര ബ്ലാക്ക് ഉണ്ടോ, ബ്ലാക്കിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബ്ലാക്ക് ഉണ്ട്? 6 ബ്ലാക്ക് ഉണ്ട്. സോ 6/10. ഇനി നമുക്കതിനെ ക്യാൻസൽ ചെയ്യാം. 6ൽ 2 3 ടൈംസ്, 10ൽ 5 ടൈംസ്. സോ 3/5 is the probability of the ball being black. ഇനി അതിനകത്ത് തന്നെ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ബോൾ ബീയിങ് വൈറ്റ്. വൈറ്റ് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 6 ബ്ലാക്കും 4 വൈറ്റും ആണ് ആ ബോക്സിലുള്ളത് അല്ലേ. ടോട്ടൽ ബോൾസ് എത്രയാണ്? എപ്പോഴും 10 തന്നെയാണ്. സോ ടോട്ടൽ ബോൾസ് 10 ആണ്. ഇനി വൈറ്റ് എത്രയുണ്ട്? 4 ആണ് അല്ലേ. അപ്പോൾ 4/10. പ്രോബബിലിറ്റി ഓഫ് ബീയിങ് വൈറ്റ് എന്ന് പറയുന്നത് 4/10. ഓക്കെ, 4നും 10നും ക്യാൻസൽ ചെയ്തു. 4ൽ 2 ടൈംസ്, 10ൽ 5 ടൈംസ്. ദാറ്റ് ഈസ് 2/5. കണ്ടോ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക് എന്ന് പറയുന്നത് 3/5, ബീയിങ് വൈറ്റ് എന്ന് പറയുന്നത് 2/5. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ്. ദെൻ മൂവിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. Okay, അപ്പോൾ ഫസ്റ്റ് ബാഗിൽ 3 റെഡും 7 ഗ്രീനും ഉണ്ട്. ഇനി ബാഗ് 2ൽ ബാഗ് 1 8 റെഡും 7 ഗ്രീനും ഉണ്ട്. ദാറ്റ് ഈസ് ബാഗ് 2 അല്ലേ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബാൾ ഫ്രം ദ സെക്കൻഡ്. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ്സ് ഡു. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ 3 റെഡും 7 ഗ്രീനും ആണ് ഉള്ളത്. സോ ടോട്ടൽ ആദ്യം അവിടെ കണ്ടുവയ്ക്കുക. ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഔട്ട്കംസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ബോക്സ് 1ത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 10 ആണ്. ഇനി ബോക്സ് 2ൽ 8 റെഡും 7 ഗ്രീനും ഉള്ളത്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾസ് ഫ്രം ഫസ്റ്റ് ബോക്സ്. ഫസ്റ്റ് ബോക്സിൽ റെഡ് ബോൾസിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ബോക്സിന് ടോട്ടൽ എത്രയാണ്? 10 ആണ് അല്ലേ. ഇനി ഫസ്റ്റ് ബോക്സിൽ എത്ര റെഡ് ഉണ്ട്? 3. ഓക്കെ, അപ്പോൾ 3/10 ആണ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് റെഡ് ഇൻ ഫസ്റ്റ് ബോക്സ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഇൻ ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് 3/10. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഇൻ ബോക്സ് 2. ബോക്സ് 2ലെ റെഡ് ബോൾസിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ബോക്സ് 2ൽ എത്ര റെഡ് ഉണ്ട്? 8 റെഡ്സ് ഉണ്ട് അല്ലേ. ബോക്സ് 2ൽ there are 8 red balls. So total എത്രയാണ്? 15. 8 + 7 15. So probability of red ball from bag 2 എന്ന് പറയുന്നത് 8/15. സോ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ തന്നെ ഇത് 3/10ഉം 8/15ഉം. വാട്ട് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തേർഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ഓൾ ബോൾസ് ആർ put in a single bag, what is the probability of getting a red ball from it? അപ്പോൾ ഈ 2 ബാഗിലുള്ള ബോൾസ് കൂടി ഒറ്റ ബാഗിലാക്കി. അങ്ങനെയാണെങ്കിൽ റെഡിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ ഈ 2 ബാഗും കൂടി ഒരുമിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒറ്റ ബാഗാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ 3 റെഡും ഇവിടുത്തെ 8 റെഡും കൂടി 11 റെഡ് ആവും.
ദെൻ 7 ഗ്രീനും കൂടി 14 ഗ്രീൻ ആവും അല്ലേ പുതിയ ബാഗിൽ. അതിൽ ടോട്ടൽ എത്രയായി? 11 + 14 is 25. അപ്പോൾ ടോട്ടൽ എത്രയാണ് ആ പുതിയ ബാഗിൻ്റെ? 25. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എ റെഡ് ബോൾ ആണ് അല്ലേ. അവിടെ എത്ര റെഡ് ബോൾ ഉണ്ട്? 11. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഈസ് 11/25. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി? 11/25. Okay, third question is your homework. One is asked to say a 2-digit number. What is the probability of its being perfect square? അപ്പോൾ ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞു ഒരാളോട്. അപ്പോൾ എത്ര 2-digit നമ്പർ ഉണ്ടെന്ന് ക്ലൂ തരാം മാം. എത്ര 2-digit നമ്പർ ഉണ്ട് ടോട്ടൽ? എവിടെ തൊട്ടാണ് തുടങ്ങുന്ന 2-digit? 10, 11, 12 അല്ലേ. 10 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് വരെയാണ്? 99 വരെ. അങ്ങനെ എത്ര 2-digit നമ്പർ ഉണ്ട് അതാണ് ഡിനോമിനേറ്ററിൽ വരിക. ആ 2-digit നമ്പേഴ്സിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെയാണ്? 4, അടുത്തത് 9, പിന്നെ 16, 25 ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. അപ്പോൾ 2-digit വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. 4ഉം 9ഉം ഒന്നും 2-digit അല്ല. സോ ഈ ടോട്ടൽ 2-digit നമ്പറിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് നോക്കുക. അത് അങ്ങനെ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചൊന്ന് അയക്കൂ കേട്ടോ. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. ഡു ഇറ്റ് വെൽ. Okay, see you in the next class. Till then, bye.